നമസ്കാരം. എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ രണ്ടാം ഘട്ട സ്വദേശിവൽക്കരണം നടപ്പാക്കുകയാണ് ഭരണകൂടം. ഇതിന് പിന്നാലെ തൊഴിൽ കരാറുകളിൽ മാറ്റം വരുത്താൻ തന്നെയാണ് സൗദി ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. പുതിയൊരു സംവിധാനത്തിലേക്ക് മാറ്റാനാണ് തീരുമാനം. ഇത് പ്രകാരം തൊഴിൽ കരാറുകൾ പൂർണ്ണമായും ഖിവ പോർട്ടൽ സംവിധാനത്തിലേക്ക് മാറ്റുകയാണ്. രാജ്യത്ത് സ്പോൺസർഷിപ്പ് സംവിധാനം നിർത്തലാക്കി തൊഴിൽ കരാറുകളുടെ അടിസ്ഥാനത്തിലേക്ക് തൊഴിൽ വിപണിയെ മാറ്റുന്നതിന്റെ ഭാഗമായാണ് ഖിഗ സംവിധാനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള തൊഴിൽ കരാറുകൾ ഖിവ പോർട്ടൽ വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളൂവെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. നിയമം മെയ് 12 മുതൽ പ്രാബല്യത്തിൽ വരും. വർദ്ധിച്ചു വരുന്ന തൊഴിൽ തർക്കങ്ങൾ അവസാനിപ്പിക്കുകയാണ് സൗദി ഭരണകൂടം ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഉടമയ്ക്കും തൊഴിലാളികൾക്കുമിടയിലുള്ള തൊഴിൽ കരാറുകൾ അംഗീകരിക്കുന്നതിനും അവസാനിപ്പിക്കുന്നതിനും പുതിയ തൊഴിലിടങ്ങൾ തേടുന്നതിനും ഖിവ വഴി അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഖിവ വഴിയുള്ള കരാറുകൾക്ക് പുറമെ ഖോസിയിലും മദത് പ്ലാറ്റ്ഫോമുകളിലും അംഗീകരിച്ചിട്ടുള്ള കരാറുകൾക്ക് കൂടി സാധുത നൽകിയിരുന്നു. ഇത് അവസാനിപ്പിച്ച് തൊഴിൽ കരാറുകൾക്കുള്ള ഏക പ്ലാറ്റ്ഫോമായി ഖിവയെ മാറ്റുകയാണ് മന്ത്രാലയം ഇപ്പോൾ. അടുത്ത മാസം 12 മുതൽ ഖിവ വഴി അംഗീകരിക്കുന്ന തൊഴിൽ കരാറുകൾക്ക് മാത്രമായിരിക്കും സാധുതയെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയം അറിയിച്ചു. അതേസമയം സൗദിയിൽ രണ്ടാം ഘട്ട സ്വദേശിവത്കരണം നടപ്പാക്കുന്നത് വഴി കൂടുതൽ വിദേശികൾക്ക് ജോലി നഷ്ടപ്പെടും. സ്വദേശികളായ യുവതീ യുവാക്കളെ സ്വകാര്യ മേഖലയിൽ തൊഴിൽ അവസരങ്ങളിൽ നിയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെ മാനവ വിഭവശേഷി മന്ത്രാലയം 2020 തൗത്വീൻ എന്ന പേരിൽ സ്വദേശിവൽക്കരണ പദ്ധതി ആരംഭിച്ചത്. 36 മാസമാണ് പദ്ധതിയുടെ കാലയളവ്. സ്വകാര്യ മേഖലയിലെ ടൂറിസം, ആരോഗ്യം, ഗതാഗതം, ലോജിസ്റ്റിക്സ്, വ്യവസായം, വാണിജ്യം, റിയൽ എസ്റ്റേറ്റ്, കെട്ടിട നിർമ്മാണം എന്നീ 6 മേഖലയിൽ 5000 റിയാലിൽ കുറയാത്ത ശമ്പളത്തിൽ തൊഴിലവസരങ്ങൾ ഒരുക്കാനാണ് പദ്ധതി. സ്വകാര്യ ടൂറിസം മേഖല 30,000, നിർമ്മാണ റിയൽ എസ്റ്റേറ്റ് മേഖല 20,000, വ്യവസായിക മേഖല 25,000, ഗതാഗത ലോജിസ്റ്റിക് മേഖല 20,000, ആരോഗ്യ മേഖല 20,000, വ്യാപാര മേഖലയിൽ 15,000 പേർക്ക് തൊഴിൽ നൽകും. വൻകിട ഇടത്തരം കമ്പനികളും അതിവേഗം വളരുന്ന സ്ഥാപനങ്ങളുമായും നിരവധി കരാർ ഒപ്പിടുന്നതിലൂടെയായിരിക്കും ഇത് നടപ്പാക്കുക. കമ്പനികളുമായി ചേർന്ന് നിരവധി ജോലികളിൽ സ്വദേശികളെ നിയമിക്കാൻ നടപടിയുണ്ടാകും. പദ്ധതിയുടെ രണ്ടാം പതിപ്പിന്റെ മേൽനോട്ടം കൺസൾട്ടിംഗ് സ്ഥാപനങ്ങൾക്ക് നൽകും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.